everyone, so welcome back to our class. So, we will MS University fourth semile subject Organization Behavior Unit 1 that is Introduction to Organizational Behavior and Learning. Okay, so we will Unit 1 already Organization Behavior Introduction unit discuss. Okay, so first of all, Organization Behavior Organization Behavior Organization Behavior it is the study of human behavior in an organization. Okay, or organization that was behavior organization behavior in the okay, and also it focus on how individual and groups act in a workplace. Okay, or workplace individual in the group act organization behavior and also it help managers improve performance and work environment. Okay, then the managers in our performance improve our work environment in the manage help that is organization behavior in the and also it combine psychology, sociology and management. Okay, ഇതെല്ലാം എന്തുണ്ട് ഇതിലൂടെ കമ്പൈൻ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. Okay, so ഇത്രയും കാര്യങ്ങളാണ് എന്ത് organization behavior എന്ന് പറയുന്നത്. Okay, next പറയുന്നതാണ് objectives of organization behavior. Okay, organization behavior objectives ആണ് പറയുന്നത്. എന്തൊക്കെയാണ്? Understanding employee behavior. Okay, എന്താണ് അതായത് നമ്മൾ ഓരോ ആളുകളുടെ സ്വഭാവത്തെ മനസ്സിലാക്കുക and also it improve productivity and effectiveness. Okay, organization behavior എന്താവും അതായത് നമ്മൾ productivity നമ്മൾ organizationലെ productivity അതുപോലെ അവരുടെ effectivenessഉം എന്ത് ചെയ്യുന്നുണ്ട് improve ചെയ്യാൻ help ചെയ്യും and also it develop teamwork and that is leadership. Okay, എന്താണ് അത് അവർക്ക് എന്ത് ചെയ്യും ഒരു ടീം വർക്ക് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് ഒരു ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട് ആൻഡ് ആൾസോ ടു പ്രൊമോട്ട് മോട്ടിവേഷൻ ആൻഡ് ജോബ് സാറ്റിസ്ഫിക്കേഷൻ. ഓക്കെ, അതെന്താണ് മോട്ടിവേഷനും അതുപോലെ എന്താണ് ജോബ് സാറ്റിസ്ഫിക്കേഷനും എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആൻഡ് ആൾസോ ഇറ്റ് ക്രിയേറ്റ് എ വർക്ക് പോസിറ്റീവ് വർക്ക് കൾച്ചർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് that is organization behavior പറയുന്നത്. Okay, the next നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് that is importance of organization behavior. എന്തൊക്കെയാണ് ഒരു organization behaviorന്റെ importance നമുക്ക് നോക്കാം. First one എന്താണ് help in effective communication. Okay, എന്താണ് effective communication അവർ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. that is എന്താണ് നമുക്കറിയാം നമ്മൾ OB പഠിക്കുന്നതിലൂടെ എന്താണ് മാനേജേഴ്സിന് എംപ്ലോയിയുമായിട്ട് എങ്ങനെ വ്യക്തിപരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുണ്ട് നമ്മൾ ഇതിലൂടെ എന്തുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആൻഡ് ആൾസോ സെക്കൻഡ് വൺ ആണ് പറയുന്നത് ഇംപ്രൂവ് എംപ്ലോയി റിലേഷൻ. ഓക്കെ, എന്താണ് എംപ്ലോയിയും അതേപോലെ മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ബന്ധം എന്തുണ്ട് നല്ലതാക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട് ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ പറയുന്നത് മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ടീമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, എന്താ പറയുന്നത് അതായത് ഹ്യൂമൻ ബിഹേവിയറെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും മാനേജറിന് എന്ത് ചെയ്യും ഒരു ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയില്ലേ അതായത് എംപ്ലോയീസിനെ പറ്റി മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഇത് സഹായകമാകുമെന്ന് പറയുന്നുണ്ട് ആൻഡ് ആൾസോ ഇത് പറയുന്നത് എന്താ റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ആൻഡ് സ്ട്രെസ്. ഓക്കെ, എന്താ പറയുന്നത് നമ്മൾ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളിലെ അതിന് കാരണം കണ്ടെത്തി അത് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഓർഗനൈസേഷൻ ബിഹേവിയർ അവരെ സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആൻഡ് ആൾസോ ഇറ്റ് എൻകറേജ് ഇന്നോവേഷൻ ആൻഡ് ചേഞ്ച്. ഓക്കെ, എന്താ പറയുന്നത് അതായത് ചേഞ്ചിന് എപ്പോഴും എന്തുണ്ട് എംപ്ലോയീസ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും അല്ലെ എന്ന് എന്ത് ചെയ്യുക ഒരു ഓർഗനൈസേഷൻ ബിഹേവിയർ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. അതെന്താണ് നമുക്കിപ്പോ അതായത് എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവരാം എങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാം ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ഓർഗനൈസേഷൻ ബിഹേവിയറിലൂടെ മനസ്സിലാക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ പറയുന്നത്. ഓക്കെ, then next നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് that is organization behavior models. ഓക്കെ, എന്താ പറയുന്നത് OB മോഡൽസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. OB മോഡൽസ് എന്ന് പറയുന്നത് ടോട്ടൽ നമുക്ക് 5 മോഡൽസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ഓട്ടോക്രാറ്റിക് മോഡൽ, കസ്റ്റോഡിയൻ മോഡൽ, സപ്പോർട്ടീവ് മോഡൽ, കൊളേഗിയൽ മോഡൽ, സിസ്റ്റം മോഡൽ എന്ന് പറയും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ആയിട്ടുള്ളതാണ് ഓട്ടോക്രാറ്റിക് മോഡൽ. ഓക്കെ, ഓട്ടോക്രാറ്റിക് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ രീതിയാണ് പറയുന്നത്. അതെന്താ ഒരു മാനേജർ ബോസ് എന്നുള്ള
നിലക്കുള്ളത് അല്ലെ. അതായത് എംപ്ലോയീസ് എന്ത് ചെയ്യണം, ഇവരനുസരിച്ചാൽ മതി എന്നുള്ളൊരു ടൈപ്പ് ഓഫ് അല്ലെ. അതായത് അങ്ങനെയുള്ള ഒരു മോഡലാണ് എന്ത് പറയുന്നത്, ഓട്ടോക്രാറ്റിക് മോഡൽ എന്ന് പറയുന്നത്. നമ്മളെ മിലിറ്ററി ആയിട്ടുള്ള ഭരണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓട്ടോക്രാറ്റിക് മോഡലിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ പറയുന്നതാണ് കസ്റ്റോഡിയൻ മോഡൽ. ഓക്കെ, കസ്റ്റോഡിയൻ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയീസിക്ക് സെക്യൂരിറ്റി കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യും, ഹാപ്പി ആകുന്ന ഒരു ടൈപ്പ് ഓഫ് മോഡലാണ്. ഓക്കെ, മാനേജർ വിചാരിക്കുകയാണ് എംപ്ലോയീസിന് എന്താണ് കൂടുതൽ ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവർ ഹാപ്പി ആകും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ സാലറി, ബോണസ്, പെൻഷന്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് പറയുന്നത്, കസ്റ്റോഡിയൻ മോഡലിൽ പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നതാണ് സപ്പോർട്ടീവ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോർട്ടീവ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മോഡേൺ അപ്രോച്ച് ആണ്. അതായത് എന്താ, ഇവിടെ മാനേജർ ഈക്വൽ ടു ലീഡർ എന്ന് പറയുന്നുണ്ട് അല്ലെ. എന്താ, എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യുക, അവരെ എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അവരെ കോച്ച് ചെയ്യുക, ഇങ്ങനെയുള്ള രീതി പറയുന്നതാണ് ഇത് സപ്പോർട്ടീവ് മോഡലിൽ പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നതാണ് കൊളേജിയൽ മോഡൽ. കൊളേജിയൽ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പാർട്ട്നർ സ്ട്രീം. അതായത് എന്താ, എല്ലാവരും ഒരു ടീമായി വർക്ക് ചെയ്യുക. അതായത് മാനേജർ ആയാലും ലീഡർ ആയാലും അവിടുത്തെ എംപ്ലോയീസ് ആയാലും എല്ലാവരും കൂടി എന്ത് ചെയ്യാണ്, ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് ബിൽഡ് ചെയ്യുന്ന ഒരു ഇതിനാണ് എന്ത് പറയുന്നത്, കൊളേജിയൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അറ്റ് ലാസ്റ്റ് മോഡലായിട്ട് പറയുന്നതാണ് സിസ്റ്റം മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റം മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മോസ്റ്റ് മോഡേൺ മോഡലാണ്. അതായത് എന്താണ് പറയുന്നത്, ഇവിടെ എംപ്ലോയീസിന് ഒരു സൈക്കോളജി ഓണർഷിപ്പ് എന്ത് ചെയ്യുക, ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ, അതെന്താണ്, അവിടെയുള്ള വാല്യൂ മനസ്സിലാക്കി അതിലൂടെ എന്ത് ചെയ്യണം, അവരുടെ പാഷനും കമ്മിറ്റ്മെന്റും അല്ലെ, ഇങ്ങനെയൊക്കെ അവരെന്ത് ചെയ്യാണ്, പുതുതായിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലിനെയാണ് എന്ത് പറയുന്നത്, സിസ്റ്റം മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നുണ്ട് എന്താണ്, നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. ഓട്ടോക്രാറ്റിക് പറയുമ്പോൾ എന്താ, പവർ ആൻഡ് അതോറിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് എംപ്ലോയീസ് എപ്പോഴും അവരുടെ ഓർഡേഴ്സ് ഒബേ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കസ്റ്റോഡിയൻ ആവുമ്പോൾ എന്താ, ഒരു സെക്യൂരിറ്റി ബെനിഫിറ്റ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നുണ്ട്, മോട്ടിവേഷൻ അവരുടെ റിവാർഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് അല്ലെ. സപ്പോർട്ടീവ് ആൻഡ് കോളേജിയൽ മോഡൽ എന്ന് പറയുമ്പോൾ സപ്പോർട്ടീവ് എന്താ, ലീഡർഷിപ്പ് ആൻഡ് സപ്പോർട്ട് എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, അവരുടെ പെർഫോമൻസും മോട്ടിവേഷനും അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. കോളേജിയൽ മോഡൽ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, ഒരു ടീം വർക്കും അതേപോലെ അവർ പാർട്ട്ണർഷിപ്പിലൂടെ വർക്ക് ചെയ്യുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ദാറ്റ് ഈസ് ചലഞ്ചസ് ഫേസിങ് മാനേജ്മെന്റ്. ഓക്കെ, നമ്മളെ മാനേജ്മെന്റ് ഫേസ് ചെയ്യുന്ന കുറച്ച് ചലഞ്ചസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഗ്ലോബലൈസേഷൻ ആൻഡ് കോമ്പറ്റീഷൻ എന്ന് പറയും. ഓക്കെ, നമുക്കറിയാം ലോകം എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താ, ഫോറിൻ കമ്പനീസ് നമുക്ക് ഇന്ത്യയിൽ വരുന്നു, അതേപോലെ നമ്മൾ ഇന്ത്യൻ കമ്പനീസ് എന്തുണ്ട്, പുറത്തു പോകുന്നുണ്ട് അല്ലെ. സോ ഇതിലൂടെ ഒക്കെ എന്തുണ്ടാകും, ഒരുപാട് തരത്തിലുള്ള കോമ്പറ്റീഷൻ ക്രിയേറ്റ് അല്ലെ. മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ എന്തുണ്ടാവും, ഒരുപാട് തരത്തിലുള്ള കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതെന്താണ്, ഒരു ചലഞ്ചാണ് നമുക്ക് പറയാം. ദെൻ സെക്കൻഡ് വൺ എന്താ, വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി. ഓക്കെ, വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമുക്കറിയാം നമ്മളെല്ലാവർക്കും അതായത് ഓരോ ആളുകൾ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് കൾച്ചറൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഈക്വൽ എന്ത് ചെയ്യണം, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ നമ്മളെടുത്തുള്ള ഡിസ്ക്രിമിനേഷൻ ആയാലും ബയാസ് ആയാലും ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എല്ലാവരും നമ്മൾ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം, കാണണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ പറയുന്ന ടെക്നോളജിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എല്ലാ മേഖലകളിലും AI ഇന്റഗ്രേഷൻ വന്നിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയീസിനെ പുതുതായിട്ട് ട്രെയിൻ ചെയ്യാനും അവർക്ക് പുതുതായിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ വർക്ക് ലൈഫ് ബാലൻസ് ആണ് പറയുന്നത്. എന്താണ്, അതായത് ഒരു എംപ്ലോയി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ജോബ് മാത്രമല്ല, എന്തുകൂടെ വേണം, ഫാമിലി ഹെൽത്തും അതേപോലെ അവർക്ക് ഒരു പേഴ്സണൽ ലൈഫ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് നോക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, അതും ഒരു എന്താണ് ചലഞ്ച് ആയിട്ട് നോക്കുന്നതാണ് എന്ത്, വർക്ക് ലൈഫ് ബാലൻസിൽ പറയുന്നത്. ദെൻ എത്തിക്കൽ ഇഷ്യൂ പറഞ്ഞാൽ എന്താ, നമുക്ക് എന്താ ശരിയാണോ തെറ്റാണോ അല്ലെ, നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലെ അത് നോക്കുന്നതാണ് എന്ത് പറയുന്നത്, എത്തിക്കൽ ഇഷ്യൂല് പറയുന്നത്. ഓക്കെ, സോ ഇതും എന്താണ്, നമ്മളെ മാനേജ്മെന്റ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളതാണ് പേഴ്സണാലിറ്റി ഇൻ OB. ഓക്കെ, OBയിൽ വരുന്ന പേഴ്സണാലിറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ബിഹേവിയർ അല്ലെ, ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാൽ ഉള്ളതിനാണ് എന്ത് പറയുന്നത്, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അല്ലെ. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇതാക്കും, അതായത് എന്താണ്, അത് ഓരോ എംപ്ലോയിക്കും നമുക്കറിയാം വ്യത്യസ്തമായിട്ടാണ് ബിഹേവ് ചെയ്യാൻ നമുക്കറിയാം അല്ലെ. ചിലർ ഭയങ്കര സൈലന്റ് ആയിരിക്കും, ചിലർ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഓക്കെ, സോ എന്താണ്, ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി മനസ്സിലാക്കി നമ്മൾ സംസാരിക്കുന്ന, അവരുടെ ബിഹേവിയർ മനസ്സിലാക്കി നമ്മൾ ബിഹേവ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ പേഴ്സണാലിറ്റിയിൽ പറയുന്നത്. ഓക്കെ, അതോട് തന്നെ അത് എന്ത് ചെയ്യും, ജോബ് പെർഫോമൻസും അവരുടെ റിലേഷൻഷിപ്പ് കൂടാനും ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്,
അവർക്ക് അതുകൊണ്ട് തന്നെ എന്തുണ്ട്, അതായത് ഒരു റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യാനും അതേപോലെ എന്തുണ്ട് അവരുടെ ഒരു ദാറ്റ് ഈസ് ഇമോഷണൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഏതിൽ വരുന്നത്, ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വരുന്നത്. നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു, ഓർഗനൈസേഷൻ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓർഗനൈസേഷനിലെ ആളുകളുടെ ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്തു, ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമുക്ക് അറിയുന്ന കുറച്ച് ഓർഗനൈസേഷൻ ബിഹേവിയർ മോഡൽസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ദെൻ ഏതൊക്കെയായിരുന്നു, സപ്പോർട്ടീവ് ഉണ്ട്, ദെൻ ഓട്ടോക്രാറ്റിക്, കസ്റ്റോഡിയന്, കൊളേജിയൽ, സിസ്റ്റം മോഡൽ. ഓക്കെ, ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അതിന്റെ ചലഞ്ചസിൽ അവരുടെ ചലഞ്ചസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ പേഴ്സണാലിറ്റി പറഞ്ഞു. ഓക്കെ, സോ അത്ര കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ താങ്ക് യു.